നമുക്കിത് കുറേ മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മഴയായിട്ട് കാലത്തെ പൊതച്ച് മൂടി കിടക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിങ്ങ് സമ്മതിക്കുകയില്ല. നല്ല പുഴമീൻ ഡാമിൽ നിന്ന് കിട്ടിയതാണേ. ആരോ കൂട്ടുകാർ പിടിച്ചതാണ്, പിള്ളേരുടെ കൂട്ടുകാർ, അവർ കൊടുത്തതാണ്. അപ്പോൾ കുറേ പണിയുണ്ട്. ഇതെല്ലാം വെട്ടിയെടുക്കണം, കറി വെക്കണം, കുറേ വറക്കണം. നിങ്ങളുടെ പേരൊന്നും അറിയില്ല കേട്ടോ മീൻ്റെ. ഇതൊരു തരം പ്രത്യേക തരം. ഇത് ചുമന്ന ഇതിൻ്റെയൊക്കെ പേരെന്താണെന്ന് ആർക്കറിയാം, എനിക്കറിയത്തില്ല. എന്നാലും നല്ല കൊണ്ടുവന്നപ്പോൾ പിടയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അരജീവനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ ഉപ്പൊക്കെ ഇട്ട് ഐസൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്നത്തെ പണി ഇതാ. എനിക്കാണെങ്കിൽ സ്പീഡ് ഒട്ടും ഇല്ല കേട്ടോ മീൻ വെട്ടാൻ. ചിലർക്ക് ഭയങ്കര സ്പീഡാണ് മീൻ വെട്ടാൻ. പക്ഷേ എനിക്ക് മീൻ വെട്ടണമെങ്കിൽ ഒരു ദിവസം വേണം. ഇതിനിപ്പോൾ ഞാൻ എപ്പം വെട്ടിയെടുക്കുമോ എനിക്കറിയാൻ പാടില്ല. നിങ്ങൾക്ക് മീൻ വെട്ടാൻ എളുപ്പമായിരിക്കും അല്ലേ പെട്ടെന്ന്. ഇവിടുത്തെ ചേട്ടൻ്റെ മക്കൾക്കൊക്കെ ഭയങ്കര സ്പീഡാണേ. പക്ഷേ അവരുടെ ഒപ്പം ഒന്നും ഞാൻ എത്തത്തില്ല. വേണ്ടപ്പെട്ട ആൾക്കാർക്കൊക്കെ കൊടുക്കാം. അപ്പോൾ ഞാനിത് വെട്ടി റെഡിയാക്കട്ടെ. കുറേ നേരത്തെ പണിയുണ്ട്. ഇതിൻ്റെ പേരറിയില്ല കേട്ടോ. ഇതൊരു തരം മീൻ, ഇത് വേറെ ഒരു തരം പൂമീനാന്നൊക്കെ പറയുന്നു. എനിക്കറിയില്ല പൂമീനാണോ എന്ത് മീനാണെന്ന്. ഇത് പിന്നെ വേറൊരു ഇത് വേറൊരെനം, ഇത് വേറൊരെനം. പലതരമാണ്, ഒരുപാട് ഇനമുണ്ട്. ഇതുണ്ടോ, ഇതിൻ്റെ തല വേറൊരു സൈസാണ്. ഇത് നമ്മുടെ ഉണക്കമീൻ മേടിക്കുമ്പോൾ കുട്ടമീൻ ഇതുപോലെ ഇരിക്കും അല്ലേ. ആണ് നല്ല രസമുണ്ട് കേട്ടോ. നല്ല മുഴുത്ത മീനുകളാണ്. ഇത് ഞാൻ വെട്ടാൻ തുടങ്ങിയ മീനാണ്. മുമ്പേ വെട്ടി തീർന്നില്ല, തുടങ്ങിയതുള്ളൂ. അപ്പോൾ വെട്ടി കറിയാക്കാം കേട്ടോ.